അപ്പോൾ നമ്മൾ പെട്ടിയും കിടക്കെ എടുത്ത് എവിടെ പോവാണ്? IFFKക്ക് തിരുവനന്തപുരം പോകാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഓക്കെ, അങ്ങനല്ല. ഇവനോട് കടം വാങ്ങിച്ച പൈസ ഇവൻ കടം വാങ്ങിക്കുമ്പോ ഞാൻ അത് തിരിച്ചു ചോദിക്കാറില്ല. പിന്നെ ഞാൻ എപ്പോഴെങ്കിലും ഒരു ദിവസം റീചാർജ് ചെയ്യാൻ പൈസ അക്കൗണ്ട് ഇല്ലായിരുന്നപ്പോ ഒരു ദിവസം 200 രൂപ വെച്ചിട്ടുണ്ട്. പക്ഷെ നീ എപ്പോഴും 50 രൂപ 100 രൂപ ചോദിച്ചോണ്ടിരിക്കും. ഞാൻ ഒരു ദിവസം 200 രൂപ കണ്ട് ചോദിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവനോട് ചോദിക്കും. ഇവനാണല്ലോ എപ്പോഴും എന്നോട് ചോദിക്കുന്നത്. അപ്പൊ മാറി അല്ല. അപ്പോൾ നമ്മുടെ സംഗീതേട്ടൻ ബോളിയും പായസവും വാങ്ങാൻ വേണ്ടി പോവുകയാണ്. എത്ര? 70. ജിപേ ചെയ്യാലോ അല്ലേ? കയ്യിൽ ഫോണുണ്ടായിട്ട് വെള്ളം എവിടെ നിന്ന്? അയ്യോ ഏട്ടാ പൂവല്ലേ. എന്താ പറയണ്ടേ? എടീ കമ്മല് ഇങ്ങോട്ട് ഇട്ടോ കറങ്ങി. ഇതാണ് ഇതിങ്ങനെ ഇടുന്നത്. അത് മൂക്കട്ടം നിറഞ്ഞു നിർത്താളെ. അല്ല പോടാ സംഗീതേട്ടാ. അല്ല സംഭവം പക്ഷെ ഇങ്ങോട്ട് ഇട്ടിട്ട് ഈ നോക്കിണ്ടോ? അത് വേറെ ഇടലുണ്ട്, വേറെ ഉണ്ടല്ലേ ഓട്ടണക്ക്. ഞാൻ മൂക്കുത്തിട്ട് വെച്ച് നമ്മളുണ്ട്. എന്നാ ഒരു കാര്യം ചെയ്തില്ല, ഈ ഒരു സാരി ഞാൻ തരാം. ഇവനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ, ഇവനെ ഞാൻ വർഷങ്ങളോട്ട് കാണാൻ തുടങ്ങുമ്പോൾ മുതൽ ഇവൻ 2 കാലിൽ ഉണ്ടെങ്കിലും 4 കാലിലാണ് ഞാൻ കാണുന്നത്. 4 കാലിൽ കാണുന്ന ഒരു നാറിയാണ്. എന്നിട്ട് അത് കൂടാതെ ഇവനുള്ള അഭിപ്രായം എന്ന് വെച്ചാൽ, ഇവനെ കൊണ്ട് ആകെയുള്ള എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ മാസത്തിൽ 2-3 മാസം കൂടുന്നതിൽ മാസത്തിൽ ഒരു വട്ടമെങ്കിലും എടി 100 രൂപ അയച്ചേ എന്ന് പറയുകയും ജീപ്പൽ 200 രൂപ അയച്ചേ പെട്ടെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കും. പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ശല്യങ്ങളൊന്നുമില്ല. പിന്നെ ആ 100 രൂപ ഇവൻ എങ്ങനെ മുതലെടുക്കാന്ന് വെച്ചാൽ, ഇവിടെ ഇതുപോലെ ഫിലിം ഫെസ്റ്റിവലൊക്കെ കാണുമ്പോൾ അവൻ്റെ ഈ പൈസ ഉണ്ട് നമുക്ക് വയറ് നിറച്ച് ഫുഡ് വാങ്ങി തരും. അപ്പൊ അതെനിക്ക് മുതലായി. അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പൊ ഈ പ്രാവശ്യം ബോളിയും പായസം വാങ്ങി തന്നിട്ടുണ്ട്. ഇനി അടുത്ത എടാ നിന്റെ അപ്പൊ നിന്റെ കോട്ട ആയിട്ടില്ല കേട്ടോ. ഇന്ന് വേണ്ട നാളെ മതി. നാളെയും കൂടി ഉണ്ട് ഞാൻ. നാളത്തെ ഉച്ചക്കത്തെ ഭക്ഷണം. അങ്ങനെ എന്നെ പറ്റിയിട്ട് കേട്ടില്ലേ? അപ്പൊ ഇതാണ് ഞാൻ സ്ത്രീജനങ്ങളുടെ കൂടെ ഉള്ള എന്റെ അവസ്ഥ. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ ഓരോ സ്ത്രീജനങ്ങളുടെ കൂടെ നടക്കുന്നത്. അപ്പൊ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ട് കയറ്റാം. നടന്നോ? നമുക്ക് സ്ലോ മോഷൻ അടിക്കാം. നടന്ന പാതയിൽ പറയൂ എന്താണ് ഈ ഗുൽമോഹറിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ പറയൂ. ഗുൽമോഹർ എന്ന് പറഞ്ഞാല് അവൻ ഗുൽമോഹറാണ്. കാണുമ്പോ കുറച്ച് ഒരു അത്യാവശ്യം ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ വണ്ടിക്ക് ഇന്ത്യൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഗുൽമോഹൻ ഒരു മുത്തുമണിയാണ്. ഗുൽമോഹറിനെ നമുക്ക് പണ്ട് മുതലേ കളഞ്ഞു കിട്ടിയിട്ടുള്ളതാണ് ഫിലിം ഫെസ്റ്റിവലിന്. പണ്ട് ഇപ്പോഴല്ല, അക്കാദമിന്ന് കിട്ടിയതാണ് ഇതിനെ കളഞ്ഞു കിട്ടിയത്. ഏത് മറ്റേ ജവാൻ ട്രൈ ആയിട്ട് അടിച്ച് നടക്കുന്ന സമയത്ത് അന്നും മുതല് നമ്മളെ ഇവൻ കൊണ്ടു നടക്കുന്നതാണ്. അവൻ എന്നെ കൊണ്ടു വേട്ടവളി തന്നെയാണ്, ഫുള്ള് വേട്ടവളി തന്നെയാണ്. ഞാനും ഇങ്ങനെ എപ്പോഴെങ്കിലൊക്കെ കാണുള്ളൂ. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോ നമ്മള് ചങ്കുമാണ്, ചാടി ചാടി ഇങ്ങനെ വരും. ഓക്കെ, അല്ല 500 രൂപയാണ് അവർക്ക്.
ഇഡിയറ്റ്സ് ഇൻ സെയിം വൈബ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമ്മളിപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ പോകുന്നത് പട്ടം ബീവറേജിലേക്കാണ്. ബീവറേജിൽ പോയിട്ട് നമ്മൾ മദ്യം എടുക്കും. അതെ അതെ, മദ്യം എടുത്തിട്ട് നമ്മൾ ഫുഡ് വാങ്ങും, നമ്മൾ കഴിക്കും, അടിച്ച് മിക്സാവും. എന്താവും അവസ്ഥ എന്ന് നമുക്കറിയില്ല. വാട്ട് എവർ ഇറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം. അപ്പോൾ നമ്മൾ ഇല്ല, വണ്ടികളൊന്നും നിർത്തുന്നില്ല. IFFK അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോസ്റ്റ് അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മൾ. ഈ വേട്ടവളിയനാണ് കൂടുതൽ. സാറാണ് കേട്ടോ, പാലക്കാട് ഏതോ ഒരു സ്കൂളിൽ ഏതോ കുട്ടികളെ പഠിപ്പിക്കണ മനുഷ്യനാണ്. കണ്ടില്ലേ ക്ലാസ്സൊക്കെ വെച്ചിട്ട്, ക്ലാസ്സിൻ്റെ അടുത്തുണ്ട്, ഞാൻ വയ്ക്കിൻ്റെ അടുത്ത്. അങ്ങനെയാണ് ഇവിടെ അവസ്ഥകളൊക്കെ. ഇവിടെ തിരുവനന്തപുരം വന്നിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് കള്ളുടി പരിപാടി, അങ്ങനത്തെ ഒക്കെ പരിപാടിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, വല്ല വണ്ടിയും കിട്ടിക്കഴിഞ്ഞാൽ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി കിട്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ IFFK ലാൻഡ് ചെയ്തിരിക്കുകയാണ്. including filmmakers and crew members of the selected films, media professionals, guests participating in allied programs, officials, sponsors. The festival witnessed an active participation of 15,441 for the international competition at this edition of IFFK. One of the most courageous and influential voices in contemporary world cinema, his uncompromising artistic vision and moral integrity continue to inspire filmmakers and audiences across the world. മൂന്ന് പതിറ്റാണ്ട് പിന്നിടുന്ന എൻ്റെ ഫോണിൽ നല്ല കളി കയറുന്നുണ്ട്, എൻ്റെ ഫോണിൽ കളി കയറില്ല. അതിൻ്റെ വ്യക്തമായ രാഷ്ട്രീയ നിലപാട് കൊണ്ട് തന്നെ ഇതിനകം ലോകത്തെ എണ്ണപ്പെട്ട ചലച്ചിത്ര മേളകളിൽ ഒന്നായി മാറിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഇത്ര സ്വിമ്മിങ് നടക്കുന്നു. രാജ്യത്ത് നിരവധി ചലച്ചിത്ര മേളകൾ നടക്കുന്നത്. അതിൽ നിന്നെല്ലാം വേർത്ത് നിൽക്കുന്ന അപ്പൊ സാംസങ്ങിൽ ചാർജ് ചെയ്യുന്നില്ല എന്നാണ് നീ പറയുന്നത്. IFFK അതിജീവനത്തിനായി പെടുന്ന മൂന്നാം ലോക രാജ്യങ്ങളിലുള്ള സിനിമകൾക്കാണ് ആരംഭകാലം മുതൽ അൺഫോർച്ചുനേറ്റ്ലി ആയിട്ട് നമുക്കൊരു ഫ്രണ്ടിനെ പരിചയപ്പെടാം, ചോദിച്ചു നോക്കാം. എന്താവുക അലമ്പാവുക അറിയില്ല, നോക്കാം നമുക്ക്. അർച്ചന വരട്ടെ, അർച്ചന വന്നിട്ട് ചോദിച്ചോ. ആകെ ഉണ്ണിയാർച്ച വൈറലായി. ആ ചായ കുടിക്കുക, ആ ഗ്ലാസ് അവിടെ കൊടുക്ക്. പിന്നെ കൊടുക്കാം. വീഡിയോ എടുത്ത്